നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബിടെക്കിന് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ. വളരെ പെട്ടെന്ന് ഞാനിത് പറഞ്ഞു പോകും. അങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഒരു ചർച്ചയൊന്നുമല്ല. വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയും. അതിന് മുമ്പേ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. പല കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീഡിയോയുടെ കമൻസിനകത്ത് എന്തൊക്കെ കോഴ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന കോഴ്സുകളെ കുറിച്ച് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാനും ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കോളേജസിനെ കുറിച്ചും ഞാൻ സാധാരണ അങ്ങനൊരു വീഡിയോ ചെയ്താൽ പലപ്പോഴും കുട്ടികൾ ഒരുപാട് അബദ്ധത്തിൽ ചെയ്യുന്ന ചാടാറുണ്ട്. അന്നേരം നല്ല സ്പെഷ്യലൈസ് ചെയ്യേണ്ട കോളേജ്, ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്യേണ്ട കോളേജിനെ കുറിച്ചുള്ള അത്യാവശ്യം വേണ്ട അറിവും ഒരു പബ്ലിസിറ്റിക്ക്, കോളേജ് പബ്ലിസിറ്റിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെന്താണോ നല്ലതെന്ന് ഉദ്ദേശിക്കുന്ന ആ കോളേജുകളെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് പകരാൻ നമുക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ കമൻറ്റ്സ് ഇട്ടേക്കുക. മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ. കാരണം ഒരുപാട് പേര് പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവരായിരിക്കും. അന്നേരം നമ്മുടെ ബിടെക്കിന് പോകുന്നതിന് മുമ്പ് നിർബന്ധമായി ചെയ്യേണ്ട 5 കാര്യങ്ങളിൽ ആദ്യത്തത്, ബിടെക് എന്ന് പറയുന്നത് നമ്മൾ ജോലി സാധ്യത, അത് കഴിഞ്ഞാൽ നമുക്ക് ജോലി വേണം. എംടെക്കിലോട്ടൊക്കെ പോകുന്നവർ വളരെ വിരളമാണ്. അതിൽ നിന്നൊരു 20% 30% പേരൊക്കെ ഉള്ളൂ. 20% പേരൊക്കെ കാണത്തുള്ളൂ. സീറ്റും കുറവാണ്. മാത്രമല്ല ബിടെക് കഴിഞ്ഞാൽ തന്നെ ജോലി കിട്ടണം. കാരണം അത്രയും നല്ലൊരു കോഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അന്നേരം അവിടെ ഏറ്റവും ആവശ്യം എന്താണ്? നമുക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മെറിറ്റിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അന്നേരം നമ്മൾ കീം എന്ന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. JEE NIT IIT പോലുള്ളിടത്ത് JEE നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെയും വെളിയിലത്തേക്കുള്ള കീം എന്ന് പറയുന്നത് ഓൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ഇത് നമ്മൾ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ കിട്ടണമെന്നില്ല. എല്ലാവർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്. നമ്മളതിൽ ഏകദേശം ഒന്ന് പാസ് ആയാൽ, ഫെയിൽ ആകാതിരിക്കുക, പാസ്സായാൽ, എന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കണം. പാസ്സായാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ കോളേജിലെ എൻട്രി, മിക്കവാറും ഉള്ള കോളേജിൽ ഇപ്പോൾ എൻട്രി കിട്ടും. നല്ല കോളേജിൽ അത്യാവശ്യം റാങ്ക് ഉണ്ടെങ്കിൽ നല്ല കോളേജിൽ നല്ല കോഴ്സ് എടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. നമുക്ക് CS ആയാലും, CS-നൊക്കെയാണ് ഭയങ്കര, ചില കോളേജിൽ ഭയങ്കരമായിട്ട് CS-ന് പ്ലേസ്മെൻ്റ് ഒക്കെ, ചില കോളേജിൽ ഭയങ്കര പിടിയാണ്. ചിലയിടത്ത് അത് മെക്കാനിക്കലിനായിരിക്കാം, ചിലയിടത്ത് അത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനായിരിക്കാം, ചിലരുടെ അടുത്ത് റോബോട്ടിക്സിനായിരിക്കാം. അന്നേരം നമ്മുടെ കീം പരീക്ഷയിലെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയാം, റാങ്ക് മാർക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാസ് മാർക്ക് പോലും മണ്ടക്കിട്ട് എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങൾ ലക്കാണ്, നിങ്ങൾക്ക് ലക്കുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ലക്ക് പരീക്ഷിക്കാൻ എന്താ എഴുതണം? കീം നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതി നല്ല മാർക്കും കിട്ടും. അത് വേറെ കാര്യം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, അന്നേരം ഫിസിക്സ് കെമിസ്ട്രി മാത്സ്. കീം എന്ന് പറയുന്നത് തന്നെ PCM ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലേ? ഇത് +2 വിഷയങ്ങളിൽ ഇപ്പോഴത്തെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അബ്ദുൽ കലാമിൻ്റെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് ഇപ്പോൾ K2 എന്ന് പറയുന്നത്. K2-ൽ അല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലായാലും യൂണിവേഴ്സിറ്റിയുടെ രീതി അനുസരിച്ച് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും മിനിമം 45% മാർക്ക് വേണം. നേരത്തെ 50% ഇപ്പം മിനിമം 45% മാർക്ക്. ഏത് കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ചേരാൻ പോകുന്ന കുട്ടികൾക്ക് ഏകദേശം 45 മാർക്കൊക്കെ കിട്ടാൻ എളുപ്പമാണ്. +2-ന് 45 മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രി ഉള്ളൂ. അന്നേരം 45 മാർക്ക് ഒരു 100-ൽ 45 എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. 45% മാർക്ക് വേണം. ഏതിനൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇത് 2. 3 വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളിതിനകത്ത് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ ജോലി സാധ്യത അനുസരിച്ചും കോളേജുകൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യണം. ഇതിനകത്ത് ഒരു +2 എഴുതുന്ന പോലെ ബയോളജി, സയൻസ് അങ്ങനല്ല. നമുക്കിതിനകത്ത് ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് മെക്കാനിക്കലും ഇലക്ട്രിക്കലും സിവിലും കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ ഇഷ്ടം പോലെ. അതിനകത്ത് എനിക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് പറ്റുന്നത് എന്ത് എന്ന് നിങ്ങൾ സ്വയമേ ബോധ്യപ്പെടുക, സ്വയം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുക. എൻ്റെ ജോലി സാധ്യതയോട് നിർബന്ധമായിട്ടും നോക്കുക. കാരണം ജോലി സാധ്യത ഇല്ലാതെ ഈ കോഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചുമ്മാ നിൽക്കുന്ന എത്രയോ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ജോലി കിട്ടുന്ന കുട്ടികൾ എത്ര പേര് കണ്ടിട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ബിടെക്കിന് കിട്ടുന്ന മാർക്കിനെക്കാട്ടിൽ നമ്മുടെ സ്കില്ലാണ്. അങ്ങനെയുള്ളവരെയാണ് ഈ കമ്പനിക്കാർ കൊത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ എളുപ്പം പെട്ടെന്ന് എടുക്കുന്നത് ഇങ്ങനെയുള്ളവരെയാണ്. കാരണം സ്കില്ല് ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ സ്കില്ലുള്ള നല്ല ആ ഒരു തൊഴിലിനോട്, ആ ഒരു കോഴ്സിനോട് നല്ല സ്കില്ലുള്ളവരെ ഉറപ്പായിട്ടും ഏത് കമ്പനിക്കാർ ചുമ്മാ ഇരുത്തും. ഉറപ്പായിട്ട് അവർ കിടിലനായിട്ടുള്ള
ലക്ഷക്കണക്കിന് സാലറി ഉള്ള ജോബിലേക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പറക്കാം. അന്നേരം നിങ്ങളുടെ സ്കില്ല് എവിടെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അത് 3. 4, അടുത്ത ഇമ്പോർട്ടൻ്റ്, ഈ ഗംഭീരമായ കോളേജുകൾ കണ്ടുപിടിക്കുക. ഗംഭീരം എന്ന് പറഞ്ഞാൽ 100 ഏക്കറിൽ ഉള്ള കോളേജോ 200 ഏക്കറിലുള്ള കോളേജ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല അക്രഡിറ്റേഷനുള്ള യൂണിവേഴ്സിറ്റി, നല്ല അക്രഡിറ്റേഷനുള്ള, ഞാൻ കോളേജിനെ കുറിച്ച് എന്തായാലും ചെയ്യും, അക്രഡിറ്റേഷനുള്ള കോളേജുകൾ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ പറയുന്നത്, പ്രത്യേകിച്ച് ബന്ധുക്കൾ പറയുന്നൊന്നും അധികം കേൾക്കാതിരിക്കുക, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ചേട്ടന്മാരോ അല്ലെങ്കിൽ അവിടെ പഠിച്ച സീനിയേഴ്സൊക്കെ പറഞ്ഞാൽ നല്ല വിശ്വസ്തയോടുകൂടി പറയുന്നു. നമുക്ക് വേണമെങ്കിൽ ആ കോളേജിൽ പോയി നോക്കാൻ പറ്റണം. ഇപ്പം ഈ ആർക്കാണ് നോക്കാൻ പറ്റാത്ത, ഒരു ടൂർ പോലെ അങ്ങ് പോയി ആ കോളേജെല്ലാം പോയി നോക്കണം. ചിലർ ഗൂഗിളിലൊക്കെ കിടിലം ഫോട്ടോസൊക്കെ ഇട്ടേക്കും കോളേജിൻ്റെ. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോഴാണ് പെട്ടിക്കട പോലെ ആയിരിക്കും. അന്നേരം വളരെ ശ്രദ്ധിക്കേണ്ടത്, നല്ല ഗംഭീര കോളേജ് നോക്കി സെലക്ട് ചെയ്യണം. അവിടെ ഏറ്റവും, ഇപ്പം നിങ്ങൾ CS എടുക്കുന്നെങ്കിൽ അവിടുത്തെ CS കിട്ടിലൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കറക്റ്റ്. അങ്ങനെ ഏതിന്. അന്നേരം കോളേജ് 4. 5, പ്ലേസ്മെൻറ്റ്. നമ്മൾ കീമിൽ നിന്ന് തുടങ്ങി അവിടെ കയറുന്നത് മുതൽ തുടങ്ങി ഈ ഇറങ്ങുന്ന വരെയുള്ള കാര്യങ്ങളാണ് 5. അന്നേരം 5 എന്ന് പറയുന്നത് 100% നമുക്ക് വേണ്ടതാണ്. ഏതാണ്? പ്ലേസ്മെൻറ്റ്. കാരണം ഒരു കോളേജിൽ പ്ലേസ്മെൻറ്റ് വേണം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ CS-ന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 4th ഇയറോ 3rd ഇയറോ 4th ഇയറോ ഒക്കെ പഠിക്കുമ്പം പ്ലേസ്മെൻറ്റിന് വേണ്ടി പല കമ്പനികളും, പല ബിഗ് കമ്പനികൾ, ഇപ്പം CS-നൊക്കെ ആണെങ്കിൽ TCS, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര പോലുള്ള കമ്പനികൾ നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങൾ തേടി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടി ജോലി കിട്ടുന്നുണ്ടെങ്കിൽ, ആ കോളേജിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോളേജിന് ഒരു പിടി വേണം. മാത്രമല്ല നല്ലൊരു ഏത് രീതിയിലുള്ള ഗംഭീര കോളേജുകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഉറപ്പാണ്. നിങ്ങൾ BTech കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം? ജോലിയിൽ പ്രവേശിക്കാം. അടിപൊളിയല്ലേ? ഒരു 19, 18, 19, 20, 21 വെച്ച് കഴിയുമ്പോൾ ജോലിയിലൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ്. അന്നേരം അങ്ങനെയൊക്കെ അടിച്ച് പൊളിക്കണമെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ 1 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ BTech തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ട് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരുപാട് കുട്ടികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. ചിലർ 1 വർഷം കൊണ്ട് പഠനം നിർത്തിപ്പോകുന്നു. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചേർന്ന് പഠനം നിർത്തിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെട്ട് പഠിക്കുക ഏത് കോഴ്സായാലും പഠിക്കാനുണ്ട്. ഒരു കോഴ്സും ഈസി അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾക്ക് ജീവിതത്തിൽ നല്ല ജോലിയായിട്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നോക്കി, ഞാൻ എപ്പോഴും അച്ഛനും അമ്മയൊക്കെ നോക്കി എല്ലാവരും നമ്മളും ഗംഭീരമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നല്ല ജോലി വേണം, നല്ല കോഴ്സ് എടുക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. അടുത്ത വീഡിയോ വരുന്നത് വരെ വണക്കം. നെവർ എവർ ഗിവ് അപ്പ്.